ഇതാണ് പട്ടിക്കുള്ള ഫ്ലാറ്റ്. ബെഡ്റൂം എവിടെയാ? അവിടെ എവിടെയെങ്കിലും കാണും. ഇതാണ് പട്ടിക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രം. അത് ശരി, കണ്ണി കണ്ട പെൺപട്ടികളുടെ വായ നോക്കിക്കാണല്ലേ. ജൂലി മാറ്, ഞാനും കാട്ടാൻ. അങ്ങനെ മാറിക്കുന്നു, ഞാനൊന്ന് കാട്ടുന്നു. നീ എന്നെ വായി നോക്കി വേണമെങ്കിൽ വിളിച്ചോ, ഞാനും കാണട്ടോ. ഞാനൊരു മനുഷ്യജീവിയിൽ എനിക്കൊരു വികാരങ്ങള്. നീ വായി നോക്കി നിൽക്കുന്ന ഞാൻ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പറയട്ടോ. പട്ടിയായിട്ടാ മോന്റെ കളി പേള്. ഇത് തന്നെയാ ഞാൻ എന്റെ മോളോടും പറയാറുള്ളത്. ഹലോ, ഹായ്. ഞാനൊരു കള്ളനാണെന്നാണ് കുട്ടി തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. യഥാർത്ഥത്തിൽ ഞാൻ പോലീസിലാണ്. കുട്ടി എന്ന് കണ്ടത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വക ഒരു തെരുവ് നാടകമാണ്. ഒരു കള്ളനെ എങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കാം. കണ്ടില്ലേ, അത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കഥാപാത്ര. എന്നെ സല്യൂട്ട് ചെയ്താ എന്റെ അസിസ്റ്റന്റാ. क्या हुआ मीना बेटी? कुछ नहीं दादाजी, ये आलतू फालतू कुछ बोल रहा है, मुझे मालूम नहीं पड़ रहा। ഹിന്ദിക്കാരിയാണല്ലേ. നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയല്ലോ. വെറുതെ കുറെ മലയാളം വേസ്റ്റായി. എന്തായാലും പേര് കൊള്ളാം, മീന ബേട്ടി. ബേട്ടി അച്ഛനായിരിക്കുമോ? तुम मेरे सामने से हटो, मेरे सामने से हटो. സാമാൻ കട്ടോന്നോ? ഇല്ല, ഞാൻ കട്ടിട്ടില്ല. मेरे सामने से हटो. അയ്യേ, ഞാൻ അത്രക്കാരനല്ല കുട്ടി. എടി, നിനക്ക് മലയാളം അറിയാലോ, പിന്നെ എന്തിനാ അയാളോട് ഹിന്ദി സംസാരിക്കണേ? അയാളുടെ അടുത്തൊക്കെ മലയാളത്തിൽ സംസാരിച്ചാലേ പിന്നെ നമ്മുടെ പുറകീന്ന് മാറില്ല. എന്താടാ? നീ എവിടേക്ക് എന്നെ കൊണ്ട് പോണേ? 7B ഇവന്റെ ആരാ? कौन है? पता नहीं कौन है, देखो ना. ഹായ്. ഹോ, ഹാ, ഇതാണല്ലോ ഫ്ലാറ്റ് ആണല്ലോ. ഹോ, ഹേ, ഹാ. क्या चाहिए? ചായ. ഓ, എന്നാത്തിനാ? അത് ശരി, നീ പെൺപട്ടിയെ കാണാൻ വിളിച്ചാണല്ലേ? तुझे क्या चाहिए? ലുക്ക് മീന ബേട്ടി, എന്റെ കുത്ത കുട്ടിയുടെ കുത്ത തമ്മിൽ കാണാൻ കാണാൻ. എന്റെ കുത്തയ്ക്ക് ആക്രാന്ത് ആക്രാന്ത്. ഇവന് കല്യാൺജി ആരഞ്ജി. तू मेरी जूली को शादी करवाना चाहता है? ഹോ, അത് മനസ്സിലായി. നിന്റെ കാര്യം ഓക്കെ. ഇനി എന്റെ കാര്യം ഞാൻ എങ്ങനെ ഇപ്പൊ പറഞ്ഞവരെ പറഞ്ഞ് മനസ്സിലാക്കണേ? യു നോ ഇംഗ്ലീഷ്? I don't know English. ഷോ, ഇതൊക്കെ പഠിക്കണ്ടേ? ലുക്ക് കുട്ടി, ദിസ് പട്ടി ആൻഡ് ദാറ്റ് പട്ടി വെരി മാച്ച്. ആൻഡ് ദിസ് പട്ടി, അയ്യോ ഞാൻ പറ്റില്ലാട്ടാ. ദിസ് കുട്ടി ആൻഡ് യു കുട്ടി, യു കുട്ടി वेरी वेरी मैच. अरे मेरे साथ ज्यादा खेल मत, तेरी बीमारी में बिल्कुल समझ गई. निकल जा यहाँ से. അങ്ങനെ പെട്ടെന്ന് അതും ഇതൊക്കെ പറഞ്ഞു. निकल जा.
എന്താടാ അച്ഛാ? ആ ഹാൻഡ്സ് അപ്പ്. മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. ഒലക്കപൊട്ടി എന്താ സംഭവിക്കാന്നറിയോ? Turn. നിങ്ങളാ? ഞങ്ങളാ. നിങ്ങൾ എന്താ തോൽപ്പിയില്? ഇവിടുത്തെ താമസക്കാര് മാറി. നീ എന്താ ഇവിടെ? അല്ല, കുറച്ച് നാളുമ്പോ കുറച്ച് സമയം ഞാൻ ഇവിടെ താമസിച്ചിരുന്നേ. അപ്പൊ കുറച്ച് സാധനങ്ങൾ എല്ലാം കൂടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. എടുക്കാൻ മറന്നുപോയി. കൂടെ എന്നെ സ്വന്തം ടൂൾസും അതെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ഓഹോ, മോഷണാണല്ലേ? വിക്രമേട്ട 100 വിളിക്കേ. ആ 100 ക്യാഷ് ആയിട്ട് തന്നാ മതി. പൈസക്ക് ടൈറ്റാ. ജയിലിൽ നിന്ന് വന്നാണേ. നീ ജയിലിയാടിയോ? ആ, അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യം വന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഫുഡും മോശം. ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റോ. ജയിലിൽ നിന്റെ അമ്മായിച്ചന്റെ വീടാണടാ. ഇതെന്ത് കരച്ചിലാടാ? ഞാനല്ല കോളിമ്പല്ലി അറിഞ്ഞതാ. അതിന് നീ ചിരിക്കണ. ഇപ്പൊ കഴിഞ്ഞ ഞാനാ. തുറന്നോട്. സസ്പെൻഷനിലാണല്ലോ. അളിയനെന്താ ഈ പാതിരാത്രിയില്? നിന്റെ അളിയൻ എന്താ എവിടെ കാര്യം? ഉടനെ പട്ടിയുമായിട്ട് വരണം. ഒരുത്തൻ ജയിലിയാടി, അവനെ മണത്ത് പിടിക്കാനാ. ഞങ്ങൾ വരണോ? ഒരു പട്ടി മതി. എങ്കിൽ ചേട്ടൻ പോയാ മതി. കൊച്ചുണ്ണിയല്ലേ ജയിൽ ചാടിയത്? അത് നിനക്കെങ്ങനെ അറിയാം? അവൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് വരെ ഞങ്ങൾക്കറിയാം. പറ 6 മാസത്തെ ശിക്ഷ തീരാൻ ഒരു ദിവസം ഉള്ളപ്പോഴാ തെണ്ടി ജയിലിയാടിയത്. ചാതിയൻ, ഉണ്ട ചോർന്ന് നന്ദിയില്ലാത്തവൻ, ആക്രാന്ത ഷേണായി. അല്ല, അതെനിക്കിപ്പോ ഗുണകരമായി. അവനെ തപ്പിപ്പിടിച്ചു കൊടുത്താൽ ഇപ്പൊ ഒരിക്കലും പ്രമോഷൻ ഉറപ്പാ. പ്രമോഷൻ ഉറപ്പാണോ? എങ്കിൽ ഞാൻ പറയില്ല. അളിയൻ അങ്ങനെ പ്രമോഷൻ കിട്ടണ്ട. അപ്പൊ പട്ടി ഈ പട്ടിയുടെ പണി കള്ളനെ പിടിക്കലല്ല, ബോംബ് പിടിക്കല. ആഹാ, നിങ്ങളുടെ ആരുടെ സഹായമില്ലാതെ ഞാൻ അവനെ പിടിക്കും. എന്നാ പോയി പിടിക്കേ. നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തുണ്ടവൻ. പിടിക്കുവടാ, പിടിക്കും. ഈ പീതാംബരനാ തൊരപ്പനെ പിടിക്കും. പിടിച്ചവന്റെ കൂമ്പിലിട്ട് ഇടിക്കും. എന്താ പേര്? അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ്. എന്ത് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? സൗദേവാ, നീ എന്നെ കൈവിടരുത്. വിട്ടാ പിടിച്ചേ. ഞാനിവിടെ നിന്നോളാം. എനിക്കൊന്നും വേണ്ട. ഇവനെ നിർത്തല്ലേ അച്ഛാ? നീ പട്ടിയുടെ എല്ലാ കാര്യവും നോക്കണം. രാവിലെ പട്ടിയെ കൊണ്ടുപോയി പല്ല് കേൾപ്പിക്കണം, അപ്പിടിപ്പിക്കണം, കുളിപ്പിക്കണം. അപ്പൊ ഇട്ടിലേക്ക് കുളിപ്പിക്കണ്ടല്ലോ. പറഞ്ഞത് കേട്ടാ മതി. പറഞ്ഞ കേൾക്കുന്നുണ്ടെങ്കിൽ പട്ടിക്കനെ ചെയ്തൂടല്ലോ. ഇവിടെ പോലീസ് വരുന്ന സ്ഥലമല്ലേ? എന്നെ ഇങ്ങനെ കണ്ടാൽ അവര് പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും. ആ. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഏ? ഏ? 1, 2. ഞാനെണ്ണില്ല. എണ്ണിക്കോട്ടെ. 1, 2